നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ മഴയും തണുപ്പും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ ശരിക്കും ഡിന്നറിന് പറ്റിയ നല്ല സൂപ്പർ ഒരു ഐറ്റമാണ് കഞ്ഞി. കഞ്ഞി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കഞ്ഞിയുടെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് പയറ്, അസ്ത്രം അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ കഞ്ഞിന്ന് കേട്ടാൽ ഇച്ചിരി പുച്ഛമുള്ള ചില ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ കാറ്റഗറിയിൽപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ കഞ്ഞിയുടെ കൂടെ നമുക്ക് ചെറുപയറും വൻപയറും ഒക്കെ തന്നെ കൂട്ടാൻ വെക്കാവുന്നതാണ്. പക്ഷേ ഇന്നത്തെ ഐറ്റം എന്താണ്, കഞ്ഞിയുടെ കൂടെ ഇന്ന് എന്താണ് കോമ്പിനേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കഞ്ഞിയുടെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു പയറ് കറിയാണ്. വൻപയർ കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പം ഇത് നമ്മൾ കഞ്ഞിയുടെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും പപ്പടോ അങ്ങനെ എന്തെങ്കിലും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ സംഗതി കുശാൽ. അപ്പോൾ സാധാരണയായിട്ട് പലയിടത്തും ഈ വൻപയർ തന്നെ ഒരു ഡ്രൈ ഫോമിലാണ്, ഒരു ഏകദേശം തോരൻ പോലെയൊക്കെയുള്ള ഫോമിലാണ് കഞ്ഞിയുടെ കൂടെ കൂട്ടാറ്. പക്ഷെ നമുക്കിവിടെ ഇച്ചിരി ഗ്രേവിയുള്ള രീതിയിലാണ് ഇഷ്ടം. അപ്പം അങ്ങനെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എങ്ങനെയാണ് ഈ പയറുകറി ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ 1 കപ്പ് പയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 3 മണിക്കൂറോളം കുതിർത്ത് വെച്ച പയറാണ് നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ കുതിർക്കാൻ മറന്നുപോയെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചില പയർ പെട്ടെന്ന് വേകും, പക്ഷേ ചിലത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊരു സേഫ് സൈഡിന് വേണ്ടിയിട്ട് കുതിർക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ കുതിർക്കാൻ മറന്നുപോയാലും കുഴപ്പമൊന്നുമില്ല. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന പയറിലേക്ക് ഒഴിക്കുക, എന്നിട്ട് ഒരു പാത്രം കൊണ്ട് അടച്ചു വെക്കുക. അത് കുറേ സമയം കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് തണുക്കുമല്ലോ. വെള്ളം തണുത്ത് കഴിയുമ്പോൾ അതങ്ങ് ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് കുക്കറിലേക്ക് മാറ്റി വേവിച്ചെടുക്കാം. പിന്നെ വേറെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പയറും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അത് അടച്ചു വെക്കുക. ഇതേപോലെ തന്നെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കുക്കറിലിട്ട് വേവിച്ചാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ഞാൻ പയറ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം വേവാനായിട്ട് പയറിൻ്റെ ആ ഒരു ലെവലിനും മേലെ നിൽക്കണം വെള്ളം. കാരണം അതല്ലെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പയറിന് കുറച്ച് ലെവൽ മേളിൽ നിൽക്കണം, എന്നാൽ ഒരുപാടങ്ങ് കൂടുതൽ വേണ്ട. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും ചേർത്തു. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇനിയും ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ നമുക്ക് അരപ്പിൻ്റെ കൂടെ ആയാലും ചേർത്താൽ മതി. അങ്ങനെയാണ് ചിലപ്പോൾ ഞാൻ ചെയ്യാറ്. ഇതിപ്പോൾ ഏത് രീതിയിലാണെങ്കിലും വലിയ രുചിക്ക് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ഇനി നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു അടുപ്പയിൽ പയറും വേവിക്കാനായിട്ട് വെച്ചു, മറ്റേ അടുപ്പയിൽ കഞ്ഞിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ കാര്യം കഴിയുമല്ലോ. അപ്പോൾ ഈ പയർ ഓൾറെഡി കുതിർത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ മതിയാവും ഇത് വേവാനായിട്ട്. പിന്നെ ചില പയർ വേവാനായിട്ട് താമസമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അത് വേവട്ടെ. വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പണി ചെയ്യാം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചതച്ചെടുക്കാം. ഇതിപ്പോൾ പയർ 2 വിസിലായിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്തിട്ട് ഇത് പ്രഷർ പോകാനായിട്ട് വെക്കാം. അതേപോലെ തന്നെ കഞ്ഞിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇത് നമുക്ക് കടുക് വറുക്കാനായിട്ട് വേണ്ട സാധനങ്ങളാണ്: വറ്റൽമുളക്, കരിവേപ്പില, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ടായിരിക്കും. അപ്പോൾ കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് പോയി. അപ്പോൾ നമ്മൾ തുറന്നെടുത്തിട്ടുണ്ട്. പയർ നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കടുക് വറുത്തിടാം. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് കടുകിട്ട് പൊട്ടിച്ച് പിന്നെ ബാക്കി ചേരുവകളും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ പയറുവർഗ്ഗങ്ങളൊക്കെ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളത് പ്രഷർ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് നമ്മളൊരു മീഡിയം ഫ്ലെയിം, അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിസിൽ വരും, പക്ഷേ പയർ വെന്തിട്ടുണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാണ് നമ്മളിവിടെ വേണ്ടത്. പിന്നെ ചില പയർ വേവാനായിട്ട് താമസം വരാറുണ്ട്. അതിങ്ങനെ ചില സമയത്ത് നമുക്ക് കിട്ടുന്നത് ചിലപ്പം കുറച്ചുകൂടെ വേവുള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് വേണം. ചില ഇതാണെങ്കിൽ ചിലപ്പോൾ ഒരു 4 വിസിലൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പരുവം അനുസരിച്ച് നോക്കി അതനുസരിച്ച് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ കറിയുടെ ഫൈനൽ ടച്ചും ആയിട്ടുണ്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഇനി മിക്സ് ചെയ്യുക, ഉപയോഗിക്കുക, അത്രമേ ഉള്ളൂ.
മുമ്പേ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മൾ 2 രീതിയിൽ ചേർക്കാമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒന്ന്, നമുക്ക് ആദ്യമേ പയറിൻ്റെ കൂടെ ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അരപ്പിൻ്റെ കൂടെ ചേർക്കാം. ഇത് രണ്ടും അല്ലാതെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതിൻ്റെ കുറച്ച് നമുക്ക് ആദ്യം ചേർക്കാം, അത് ബാക്കി നമുക്ക് അരപ്പിൻ്റെ കൂടെ ചേർക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, നമ്മുടെ കൈവാക്കനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, ഗവൺമെൻറ് പറയുന്ന റൂൾസൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.